നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. തൃപ്പങ്ങോട്ട് വാസുദേവന്റെ ദുർമരണം വരിച്ച ആത്മാവ് ഇവിടെ എവിടെയൊക്കെയോ ചുറ്റിക്കറങ്ങുന്നുണ്ടാവും എന്നുള്ള കാര്യം ഉറപ്പാ. അയാളുടെ സ്വന്തം മകളുടെ മരണം കാണും. അയാൾക്കൊപ്പം ഗതികിട്ടാത്ത ആത്മാവായി അവള് ഇവിടെയൊക്കെ ചുറ്റി കറങ്ങും. ഇന്നാണ് ഞാൻ എന്റെ അമ്മയ്ക്ക് നേരിട്ട അപമാനത്തിന് പരിഹാരം കണ്ടത്. എനിക്കിന്ന് ആനന്ദമാണ്. ആനന്ദമല്ല, പരമാനന്ദം. ആനന്ദം പരമാനന്ദം, ആനന്ദം പരമാനന്ദം, ആനന്ദം പരമാനന്ദം, ആനന്ദം പരമാനന്ദം, ആനന്ദം പരമാനന്ദം, ആനന്ദം പരമാനന്ദം, ആനന്ദം പരമാനന്ദം. എനിക്ക് വയ്യ. ഈ ഭൂമി മുഴുവൻ കറങ്ങുന്നത് പോലെ ചോര ഛർദിച്ച് ഞാൻ എനിക്ക് വയ്യ. തളർന്നു വരുമോ? അയ്യോ, ഇതെന്തോ വിഷം ഒളിച്ചെന്നതുപോലെ തോന്നുന്നല്ലോ. അമ്മ എന്താ കഴിച്ചത്? ഞാൻ കുടിച്ചത് അല്പം പാലാ. അദ്ദേഹം എന്നെ കൊണ്ടത് കുടിപ്പിച്ചത്. അയ്യോ ഈശ്വര, ചതിയാണല്ലോ നടന്നത്. എന്റെ അമ്മേ, ആ ദുഷ്ടന് അമ്മയെ ചതിച്ചതാ. ആ പാലിൽ വിഷം ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നേ. പാലില് വിഷമോ? നീ എന്തൊക്കെയായി പറയുന്നത് സത്യം. ഒരിക്കലും അമ്മ വിശ്വസിക്കാത്ത സത്യം. ഭവാനിയും മകൻ മേഘനാഥനും ഒരിക്കലും നല്ലവരല്ലമ്മേ. അവര് ദുഷ്ടജന്മങ്ങളാ, കൊലപാതകികൾ. കൊലപാതകികളോ? അതെ, അവര് കൊന്നു നമ്മള് ദൈവത്തെ പോലെ കരുതുന്ന നമ്മുടെ ഈശ്വരി അമ്മയെ. രാധേ,
ചെയ്യില്ല, എനിക്ക് ഉറപ്പാ. നീ വെറുതെ അരുതാത്തത് പറയരുതേ. കേട്ട് കേൾവികൾ ഒരിക്കലും സത്യമാവില്ല. ഇത് കേട്ട അമ്മ വിശ്വസിക്കില്ലെന്ന് എനിക്ക് അറിയാമായിരുന്നു. പക്ഷേ ഇത് അങ്ങാടിയിൽ നിന്നുള്ള കേട്ടുകേൾവി അല്ല അമ്മേ. ഈ വീട്ടിന്റെ ഉള്ളിൽ നിന്ന് നേരിട്ടുള്ള കേട്ടുകേൾവിയാ. അത് പറഞ്ഞത് ആ മേഘനാഥനും അയാളുടെ അമ്മയും തന്നെയാ. രാധ ഇവിടുന്ന് പോകരുത്. പോയാൽ അവള് മനസ്സിലാക്കും ഈശ്വരിയമ്മയെ ഞാൻ കൊല ചെയ്തു എന്ന്. എന്റെ തൃപ്പങ്ങോട്ട് ദേവീദേവന്മാരെ, ഞാൻ എന്തൊക്കെയായി കേൾക്കുന്നത്? പരമമായ സത്യം. അവരുടെ രണ്ടാളുടെ ഉദ്ദേശം പ്രതികാരമാണ്. നേരിട്ടുള്ള യുദ്ധം അല്ല, പിന്നിൽ നിന്നുള്ള ചതിപ്രയോഗം. അതുകൊണ്ടാ അമ്മയ്ക്കിപ്പോ വിഷം തന്ന് കൊല്ലാൻ നോക്കുന്നതും. അമ്മ ഞാൻ പറയുന്നത് വിശ്വസിക്കണം. ഞാനിപ്പോ വിശ്വസിക്കുന്നു. എനിക്ക് മനസ്സിലായി. ഞാൻ കഴിഞ്ഞ ഇനി നിങ്ങളുടെ ഊഴവാ. അവർക്ക് വേണ്ടത് എന്റെ കുഞ്ഞിനെ മാത്രമാ. ഞാൻ അവനെ അവർക്ക് കൊടുക്കില്ല. നിങ്ങളെയും സൗഭാഗ്യം ദർശനയും വിളിക്കാൻ നമുക്ക് ഉടൻ തന്നെ ഇവിടുന്ന് പോണം. ഉടൻ പോ. പരമാനന്ദം, ആനന്ദം പരമാനന്ദം, ആനന്ദം സച്ചിദാനന്ദം, ആനന്ദം പരമാനന്ദം, ആനന്ദം പരമാനന്ദം, ആനന്ദം പരമാനന്ദം, ആനന്ദം മേഘനാഥ, അതെ, നിന്റെ ഈ ആനന്ദവും പരമാനന്ദവും ഒക്കെ മതി. സമയം കുറച്ചായല്ലോ. സുഭദ്രയുടെ കാര്യം എന്തായി എന്ന് പോയി നോക്കട്ടെ. അവിടെ എല്ലാം അവസാനിച്ച് കാണും അമ്മ. അമ്മയുടെ കാലങ്ങളായുള്ള കാത്തിരിപ്പല്ലേ അവളുടെ അവസാന ഉറക്കം. അമ്മ തന്നെ പോയി ആദ്യം കണ്ടിട്ട് വാ. അപ്പോഴേക്ക് ഞാൻ ആലോചിക്കട്ടെ ഭാവി പരിപാടി എന്ത് വേണോന്ന്. ആ നിർദ്ദേശം എനിക്ക് ഇഷ്ടപ്പെട്ടു. സുഭദ്രയുടെ ആ കാഴ്ച എനിക്ക് തന്നെ ആദ്യം കാണണം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.